ഇപ്പോൾ ഒരു സുപ്രധാന വാർത്ത വരുന്നു. പൂപ്പാറയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നു. പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. മേഖലയിലാകെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. വിവരങ്ങളുമായി അനീഷ് പി ഇപ്പോൾ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഇപ്പോൾ മേഖലയിലെ ഒരു അവസ്ഥ? സംഘർഷം ഉടലെടുത്തോ? തീർച്ചയായിട്ടും ഷിബിൻ, അല്പം മുമ്പാണ്, അതായത് ഏതാണ്ട് 10:45 ശേഷമാണ് റവന്യൂ ഉദ്യോഗസ്ഥരും പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ താമസിക്കുന്ന 29ഓളം വീടുകളോട് ഒഴിഞ്ഞു പോകുവാനായിട്ട് ജില്ലാ കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിയോട് നോട്ടീസ് നൽകുവാൻ ആവശ്യപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഒരു നോട്ടീസിന്റെ സമയം ഇന്നലെ അവസാനിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളുടെ തുടക്കം എന്നുള്ള നിലയിൽ വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനായി ഈ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. അപ്പോൾ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളും ഒക്കെയുള്ള വലിയൊരു സംഘം ഇവരെ തടയുകയായിരുന്നു. ഇതോടുകൂടി നാടകീയ രംഗങ്ങൾക്കാണ് അല്പം മുമ്പ് സാക്ഷിയായത്. ഇപ്പോഴും സംഘർഷാവസ്ഥ ഇവിടെ തുടരുകയാണ്. വൻ പോലീസ് സംഘവും മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയോരത്തെ ഈ പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുവാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉടലെടുത്തിട്ടുള്ളത്. അതായത് ഈ നടപടി തടയുവാൻ വേണ്ടി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രദേശവാസികൾ രാവിലെ തന്നെ സംഘടിച്ച് എത്തിയിരുന്നു. ക്രമസമാധാനം ഉറപ്പാക്കുവാൻ വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിലെ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും നാട്ടുകാരും തമ്മിൽ ചർച്ചകൾ നടന്നു വരികയാണ്. പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകളിൽ നിന്നും മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. പ്രതിഷേധം ശക്തമായതോടെ മേഖലയിൽ വൻതോതിൽ ആളുകൾ തടിച്ചുകൂടുകയും അതായത് മേഖലയിലെ വാഹന ഗതാഗതമടക്കം കുമളി മൂന്നാർ സംസ്ഥാന പാതയാണ്, അതുപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയുമുണ്ട്. ഇതിന് രണ്ടിനും നടുവിലാണ് ഈ പൂപ്പാറ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ രണ്ട് പാതയിലൂടെയും വാഹനങ്ങൾ കടന്നു പോകാത്ത ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി. എന്താണെങ്കിലും ഇപ്പോൾ പോലീസ് ഇടപെട്ട വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിട്ടിട്ടുണ്ട്. ആളുകൾ ഇപ്പോഴും സംഘടിച്ച് നിൽക്കുകയാണ്. അതായത് ഈ ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ ഇവര് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ പ്രദേശവാസികളുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ നിന്ന് ഒരു സ്റ്റേ ഉത്തരവ്, അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേ ഉത്തരവ് അല്പസമയത്തിനകം ഉണ്ടാകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും പ്രദേശവാസികൾ ഉള്ളത്. അങ്ങനെ ഇത് സ്റ്റേ വാങ്ങി കൂടുതൽ സമയം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒഴിപ്പിക്കൽ നടപടികൾ തടസ്സപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനാൽ തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും ഇവിടെ സംഘടിച്ച് തടിച്ചുകൂടിയിരിക്കുന്നത്. പോലീസ് സംഘവും നാട്ടുകാരും ഉദ്യോഗസ്ഥരും ഒക്കെയായി പൊതുപ്രവർത്തകരും ഒക്കെയായി ചേർന്ന് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 2023 ഈ കേസ് കോടതിയിലേക്ക് എത്തുന്നത്. അതായത് അരിക്കൊമ്പൻ ദൗത്യത്തിനോട് അടുപ്പിച്ച് തന്നെ ഈ ഒരു വിഷയം ഹൈക്കോടതിയിലേക്ക് എത്തിയിരുന്നു. അതായത് ആനയിറകളിൽ നിന്നും എത്തുന്ന അവിടുത്തെ ജലമാണ് ഈ പന്നിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുന്നത്. ഈ പൂപ്പാറ ടൗൺ സ്ഥിതി ചെയ്യുന്നത് പന്നിയാർ പുഴയുടെ ഇരു വശങ്ങളിലുമാണ്. അതായത് പൂപ്പാറ ടൗണിൽ നടുവിലൂടെയാണ് പന്നിയാർ പുഴ ഒഴുകുന്നത്. അപ്പോൾ ഏതാണ്ട് 50-ലധികം വർഷങ്ങളായി ഇവിടെ ഇവിടെ താമസിച്ച് കച്ചവടമൊക്കെ നടത്തി ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഈ പന്നിയാർ പുഴയുടെ ഇരു വശങ്ങളിലും താമസിക്കുന്നത്. അവര് പുഴയുടെ റിസർവോയർ കയ്യേറിക്കൊണ്ടാണ് ഇത്തരത്തിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നതെന്നാണ് ഉള്ള ഒരു പരാതിയാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ വരുന്നത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഹൈക്കോടതി 88 കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അവരെ പൂർണ്ണമായിട്ടും അവിടെ കച്ചവടം ചെയ്യുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു അന്നുണ്ടായത്. അന്ന് കടകൾ ഒഴിപ്പിക്കുമ്പോൾ വലിയ സംഘർഷം ഉണ്ടായതാണ്, നമ്മൾ കണ്ടതാണ്. നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് വലിയ സംഘർഷം ഉണ്ടാവുകയും ഒടുവിൽ കടകളെല്ലാം തന്നെ ഒഴിപ്പിച്ച് സീൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇവിടെ സ്ഥിരമായി താമസിച്ചിരുന്ന ആളുകളെ അപ്പോൾ ഒഴിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അവർക്ക് സാവകാശം നൽകുകയും അവർക്ക് പുനരധിവാസത്തിന് വേണ്ട നടപടികൾ ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും ചേർന്ന് ഉടൻ തന്നെ നടപ്പാക്കണമെന്നും അതിനുശേഷം ഒരു 2 മാസത്തെ സമയമായിരുന്നു നൽകിയിരുന്നത്. അതിനുശേഷം അവരും അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു കോടതി പറഞ്ഞത്. എന്നാൽ ഈ സമയം കഴിഞ്ഞിട്ടും ഇവർ ഒഴിഞ്ഞു പോകാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജില്ലാ കളക്ടറോട് ഒഴിപ്പിക്കുവാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. ഇതിനെ തുടർന്ന് ഹൈക്കോടതി ഇത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകുവാൻ ആവശ്യപ്പെട്ടു. ഈ നോട്ടീസ് കഴിഞ്ഞ ദിവസം നൽകി. അത് 24 മണിക്കൂർ പിന്നിട്ടു. ഇന്നലെ പുലർച്ചെ തന്നെ അതിനുള്ള സമയം പിന്നിട്ടിരുന്നു. എന്നാൽ ഇന്നലെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ ആയിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെല്ലാം തിരക്കിലായിരുന്നു. അതിനുശേഷം ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് റവന്യൂ അധികൃതർ രംഗത്ത് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും മേഖലയിൽ ഇപ്പോഴും ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. സംഘർഷാവസ്ഥ തുടരുകയാണ്. ഷിബിൻ.
അനീഷ് സൂചിപ്പിച്ചതനുസരിച്ച് പ്രദേശത്തെ 29ഓളം കുടുംബങ്ങളാണ് പെരുവഴിയിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നത്. ഒരു വശത്ത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം നിയമം നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ, മറുവശത്ത് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന നിരാശയിൽ 29ഓളം കുടുംബങ്ങൾ നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ നേരത്തെ തന്നെ കുടുംബങ്ങൾ വ്യക്തമാക്കിയിരുന്നു, തങ്ങൾക്ക് മതിയായ പുനരധിവാസ സൗകര്യം ഒരുക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾ മാറുകയുള്ളൂ എന്ന് കുടുംബങ്ങളുടെ ഒരു പ്രതികരണം വന്നിരുന്നു. രോഗികളായവരുണ്ട്, വർഷങ്ങളായി അവിടെ താമസിച്ചു വരുന്നവരുണ്ട്. ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കുടുംബങ്ങളുടെ പ്രതികരണം എന്താണ്? അവർ പറയുന്നത് തങ്ങൾ ഇപ്പോൾ പെരുവഴിയിലേക്ക് ഇറങ്ങിയാൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം പതിറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചു വന്നിരുന്ന ആളുകളാണ്. അവിടുത്തെ തേയിലത്തോട്ടങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ട്, മറ്റു കൂലിപ്പണികൾക്ക് പോകുന്നവരുണ്ട്, അവിടെ വ്യാപാരം നടത്തി ഉപജീവനം കാണുന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു പുനരധിവാസം ഉണ്ടാക്കുവാൻ സംവിധാനങ്ങൾക്ക് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതിനായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം സ്ഥലമൊക്കെ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് ഇലക്ഷന്റെ തിരക്കുകളായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ഇപ്പോഴും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതായത് 29 കുടുംബങ്ങൾക്ക് പുനരധിവാസം ഒരുക്കണമെങ്കിൽ വലിയ ഒരു തുക ഗവൺമെന്റിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ട്. ആ തുക കണ്ടെത്തിയെങ്കിൽ മാത്രമേ 29 കുടുംബങ്ങൾക്ക് പാർപ്പിടം ഒരുക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പാർപ്പിടം മാത്രം ഒരുക്കിയത് കൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാനാകാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവരുടെ ഉപജീവന മാർഗം തന്നെയാണ് ഇപ്പോഴും ഇല്ലാതായിരിക്കുന്നത്. അതിനുള്ള മാർഗം കൂടി ഗവൺമെന്റ് അല്ലെങ്കിൽ അധികൃതർ കണ്ടെത്തി നൽകേണ്ടതുണ്ട്. അതിനാൽ തന്നെ അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ നാട്ടുകാരെന്താണെങ്കിലും വലിയ പ്രതിഷേധത്തിലാണ്, മേഖലയിലുള്ളവർ വലിയ പ്രതിഷേധത്തിലാണ്. പുഴയുടെ റിസർവോയർ കയ്യേറിയെന്ന് പറയുമ്പോഴും 40ഓളം വർഷങ്ങളായി, 40 അല്ലെങ്കിൽ 50 വർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അവരോട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകുവാൻ പറയുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രതിഷേധം തന്നെയാണ്, ആ പ്രതിഷേധ സ്വരം തന്നെയാണ് പൂപ്പാറയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഉത്തരവ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രദേശവാസികളുള്ളത്. മേഖലയിൽ ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. ഷിബിൻ. ശരി, വിവരങ്ങൾ വ്യക്തമാകുന്നു. പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പൂപ്പാറയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നത്. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞിരിക്കുന്നു. മേഖലയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സേനയും വിന്യസിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരിക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് മതിയായ പുനരധിവാസ സൗകര്യം ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ ഒഴിഞ്ഞു പോകൂ എന്നുള്ള ഉറച്ച നിലപാടിലാണ് പ്രദേശത്തെ 29ഓളം കുടുംബങ്ങൾ.